കുറ്റ്യാടിയിലെ കരിയർ ക്ലിനിക്കിൽ തിരുവള്ളൂരിൽ നിന്നുള്ളൊരു കുടുംബം നമ്മുടെ കൂടെ ചേരുകയാണ്. പേര് അബ്ദുൽ ഖാദർ. ഇപ്പം സുപ്രഭാതത്തിൻ്റെ ഒരു കരിയർ ക്ലിനിക്ക് സന്ദർശിച്ചു. മകന് SLC കഴിഞ്ഞു അല്ലേ? ഓക്കെ, എന്താണ് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക്? എന്താ സുപ്രഭാതം കരിയർ ക്ലിനിക്ക് സംഘടിപ്പിച്ച ക്ലാസ് ഞാൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് തന്നെ വന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. നേരത്തെ യാസിർ സാറുമായിട്ട് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിഹൗ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഞാൻ എല്ലാ സ്റ്റാളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ അൻവർ സാറിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടു. വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ ചില പേരൻസുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ വളരെ യൂസ്ഫുള്ളാണെന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. ഏതായാലും നല്ലൊരു ക്ലാസ്സാണ്. എനിക്കും എൻ്റെ മകന് വളരെയധികം ഉപകാരപ്രദമായ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 10 കഴിഞ്ഞു. കരിയർ പ്ലാനൊക്കെ നേരത്തെ ചെയ്തു വെച്ചോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പ്ലാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണോ? വിചാരിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക്? എന്തൊരു കോൺഫിഡൻസോ കൂടിയാണ്? +1 സയൻസ് എടുക്കാനെന്നുള്ള താല്പര്യം കൂടിക്ക്. ഞാൻ ജോലിയാവാൻ ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ ഉമ്മമാരാണ് ശരിക്കും കുട്ടികളുടെ ഒരു കരുത്ത് കൊടുക്കേണ്ടത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷം? കുറച്ചുകൂടി നേരത്തെ കിട്ടേണ്ടിയിരുന്നു തോന്നിയ? നല്ല ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്കെല്ലാം മനസ്സിലായത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്, ഏത് വഴിക്കാണ് നീങ്ങേണ്ടതെന്നുള്ളത് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷം. ഇവിടുന്നാണ് സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഇത്തരം കരിയർ സെൻ്ററുകളിലേക്ക് നമ്മൾ എത്തുന്നില്ലെങ്കിൽ നാട്ടിലൊരുപാട് കോഴ്സുകൾ പോകുന്നുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊക്കെ കുറച്ച് നേരത്തെയൊക്കെ ആവേണ്ടതായിരുന്നു. തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ലെവലിൽ തന്നെ ഇതിനുള്ള ഒരു ക്ലാസ്സൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് കുറച്ചും കൂടി അതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ എന്താ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സുമാർ എവിടെയാണ് പോകുന്നത്, ആ കോഴ്സിനങ്ങ് ചേരും. അങ്ങനത്തെ ഒരു നാടൻ ട്രെൻഡാണല്ലോ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉള്ളത്. പക്ഷേ നിങ്ങളിപ്പം ചെയ്തതെന്ന് വളരെ ഉപകാരപ്രദമാണ്. കാരണം കുറച്ചും കൂടി നേരത്തെ ഒരു ഹൈസ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് ഇത്തരം ക്ലാസ്സുകൾ കൊടുത്താൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വ്യത്യസ്ത സ്റ്റാളുകളുണ്ട്. അപ്പോൾ ആ സ്റ്റാളൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പക്ഷേ നമുക്കിപ്പോൾ CA എടുക്കണം, ഇനി അങ്ങനെയല്ല മെഡിക്കൽ എടുക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കണം. പക്ഷെ നമ്മൾ വ്യത്യസ്ത സ്റ്റാളുകൾ സന്ദർശിക്കാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കരിയർ എല്ലാം സന്ദർശിക്കണോ, അതല്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു സംഗതിയുടെ ഗ്രോത്തപ്പ് അതിനുവേണ്ടി മാത്രം നമ്മൾ നിൽക്കണോ? എങ്ങനെയാണ്? ഒരു അധ്യാപകനെ കൂടിയാണല്ലോ താങ്കൾ. അപ്പോൾ നേരത്തെ ഒരു പ്ലാന് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാളിലാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പോവുക. ഇനി അല്ല ഒരു പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എല്ലാ സ്റ്റാളിലും പോയിട്ട് എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ട് സ്യൂട്ടബിളായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു ധാരണയിലാണ് സാധാരണഗതിയിൽ എത്തുക. ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം SLC കഴിഞ്ഞിട്ടേ ഉള്ളൂ മകൻ. അപ്പോൾ +2 സയൻസ് എടുക്കണോ അല്ല കൊമേഴ്സ് എടുക്കണോ എന്നുള്ളതിൽ ഒരു ഡിസ്കഷനാണ് നടത്തിയത്. അപ്പോൾ അവരതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് സയൻസ് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്താനുള്ളൊരു ഹെൽപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷം സുപ്രഭാതം കുറ്റ്യാടിയിലേക്ക് വന്ന 2 കൈ നീട്ടി സ്വീകരിക്കും ഇവിടുത്തെ നാട്? തീർച്ചയായിട്ടും സ്വീകരിക്കും. മാത്രമല്ല നിങ്ങൾ ഇതുപോലത്തെ ഉള്ളത് സംഘടിപ്പിക്കണം. ഇവന് +2 സെക്കൻഡ് ഇയറിൻ്റെ സമയത്ത് ആണ് ഒരു ഫൈനൽ തീരുമാനം എടുക്കാമെന്ന്, ഏത് കോഴ്സിലേക്ക് പോകണം എന്നുള്ളതിനെ പറ്റി തീരുമാനം ഇപ്പം നമ്മൾ ഉറപ്പിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് ഇനി അടുത്ത സ്റ്റേജിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിങ്ങനെ ഒരു ക്ലിനിക്ക് സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. താങ്ക് യു.